2014 കൊല്ലം അർച്ചന ആരാധന തിയേറ്ററിന് സമീപം ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തനം തുടങ്ങുന്നു. അതേ ദിവസം മുതൽ ജിജുവും അവിടെ ജോലി തുടങ്ങി. ദിവസങ്ങൾക്കപ്പുറം മെയ് 23 കടയടയ്ക്കണമെന്ന തീരുമാനമുണ്ടാകുമ്പോൾ വേദനിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ട് കാലത്തെ ഓർമ്മകളാണ്. വൈകാരികമായൊരു വിഷമമുണ്ട്, പൂട്ടുന്നതിനോട് വിഷമമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം 2014 മുതൽ ഇത്രയും കാലം ഇവിടെ പണിയെടുത്ത് സുഖത്തിലും ദുഃഖത്തിലും എല്ലായിടത്തും പണിയെടുത്ത് ആ ഒരു ദുഃഖം മറ്റുള്ള കസ്റ്റമേഴ്സിന് എല്ലാവരെയും പോലെ എല്ലാവർക്കും ഉള്ള ദുഃഖം പോലെ എനിക്കും ആ ഒരു ദുഃഖമുണ്ട്. അടൂരിൽ നിന്ന് കൊല്ലത്ത് എപ്പോഴെത്തിയാലും ഇന്ത്യൻ കോഫി ഹൗസ് യാത്രയുടെ ഭാഗമാണ്. അത് കേട്ടപ്പോൾ വളരെ വിഷമമുണ്ട്. ഞങ്ങൾക്ക് സൗകര്യാർത്ഥം ഇവിടെ വരാനും എല്ലാം കൊണ്ടും നല്ല ഒരു ഇത് മോഡലായിരുന്നു. ഫ്രഷായ സാധനം കിട്ടുമല്ലോ എന്നുള്ള ഒരു തോന്നൽ. മറ്റിടത്തൊക്കെ പഴകിയതോ വല്ലതും തരുമല്ലോ, അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. എല്ലാവരെയും പരിചയമാണ്. ഇവിടെ ഒരു കോഫി, ഒരു കട്ട്ലറ്റ്, 3 കറി ഏതാണ്? ഏതൊക്കെയുണ്ട്? ചിക്കൻ ഉണ്ട്, വെയിറ്റുള്ളൂ. ചിക്കൻ 3 ചിക്കൻ കട്ട്ലറ്റ്, 3 കാപ്പി. ഇന്ത്യൻ കോഫി ഹൗസിലെ സ്പെഷ്യൽ കോമ്പിനേഷനാണ് ഇതും ഈ ഇടവും അത്രമേൽ ഇഷ്ടപ്പെടുന്ന കുറേയധികം ആൾക്കാരുണ്ട്. കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് കോഫി ഹൗസ്. നമുക്കറിയാം AKG ആണ് ഇത് തുടങ്ങിയത്. പിന്നെ നമ്മുടെ ഈ പുരോഗമനപരമായ ചർച്ചകൾക്ക് അല്ലെങ്കിൽ പുരോഗമനപരമായ സംവാദങ്ങൾക്കൊക്കെ ഒരുപാട് കൊല്ലം കോഫി ഹൗസ് എന്ന് മാത്രമല്ല എല്ലാ കോഫി ഹൗസുകളും അങ്ങനെയാണ്. നമുക്കൊരു കോഫി കുടിച്ചുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് സംസാരിക്കാം, ആശയങ്ങൾ പങ്കുവയ്ക്കാം, അത് അടയ്ക്കുന്നത് വരെ ഇവിടെ ഇരിക്കാം. അത് തന്നെയാണ്. ഒരു പക്ഷേ എനിക്ക് ഞാൻ ഒരു അധ്യാപകനാണ്. ജോലിയൊന്നും കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു കോഫി കുടിക്കാനുള്ള പൈസ മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് കോഫി ഹൗസിൽ വന്ന് മണിക്കൂറുകളിൽ ഇരിക്കുമായിരുന്നു. ലാഭകരമല്ലാത്തതിനാലും ജീവനക്കാരുടെ കുറവുമാണ് പ്രവർത്തനം അവസാനിപ്പിക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. കൊല്ലത്തെ ഈ ശാഖയുടെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ തൊഴിലാളികളെ മറ്റു ബ്രാഞ്ചുകളിലേക്ക് മാറ്റും. അപ്പോൾ ഇതൊരു ദൈവത്തിൻ്റെ കൈപ്പോട് കൂടിയ ഒരു സ്ഥാപനമാണ്. ഇതിനകത്ത് നമ്മൾ നല്ല രീതിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഷയമില്ലാതെ ഒരു കുടുംബവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ്. പൂട്ടാനുള്ള ഉത്തരവ് വരികളായി വായിക്കുമ്പോൾ പലരുടെയും ആഗ്രഹം മറിച്ചാണ്. സങ്കടമുണ്ട്. ചിലപ്പം മാറ്റി സ്ഥാപിക്കുമായിരിക്കും എന്ന് തോന്നുന്നു. പുതിയ ഒരു സ്ഥലത്ത് തുടങ്ങുമെന്ന് പ്രത്യാശിക്കുന്നു. ഇവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ഉണ്ടാവും എന്നുള്ളൊരു പ്രത്യാശ ഉണ്ട്. കൊല്ലത്തുള്ള പലരും അവരുടെ ഒഴിവ് സമയങ്ങളിൽ എത്തുന്ന ഇടമാണിത്. 2014 മുതൽ പലർക്കും ഇത് ശീലവുമാണ്. ഇനി ഇടമില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇത് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് പലരും. ഷഹനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. രാഹുൽ ജി നാഥ് ഉണ്ട് കൂടെ. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇത് കൊല്ലം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ബന്ധമുള്ള ഒരു ഇന്ത്യൻ കോഫി ഹൗസ് കൂടിയാണ്. അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് അവിടെ നിന്ന് പൂട്ടി പോകാമെന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് സങ്കടമുണ്ട്. പ്രത്യേകിച്ചും അവിടുത്തെ പൊറോട്ടയും മുട്ടക്കറിയും ഒക്കെ ഒരുപാട് ആസ്വദിച്ച് കഴിച്ചിരുന്നു. ഇപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥാപനം നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് നിർത്തുക എന്ന് പറയുന്നതിലൊരു വിഷമമുണ്ട് രാഹുലേ. ഈ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന ലേബൽ അത് പല മനുഷ്യർക്കും പല രീതിയിലാണ് അവരത് കാണുന്നത് എന്നുള്ളതാണ് ഇന്ന് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അവിടെ പോയപ്പോൾ മനസ്സിലായത്. കാരണം കുറച്ച് നാൾ, അതായത് 10-11 മാസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യൻ കോഫി ഹൗസ്, കൊല്ലത്ത് ഇന്ത്യൻ കോഫി ഹൗസ് പൂട്ടാനൊരുങ്ങുന്നു എന്നുള്ള വാർത്ത കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ എടുത്തു. പിന്നീട് MLA മുകേഷ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടാണ് ഇന്ത്യൻ കോഫി ഹൗസ് പൂട്ടുന്നില്ല എന്നുള്ള വാർത്ത വന്നത്. അപ്പോൾ ഈ 2 വാർത്തകളിലും ആളുകൾ പ്രതികരിച്ചത് വലിയ ആശ്വാസമാണ് എന്നൊക്കെയുള്ള രീതിയിലാണ്. ഇന്നത് എനിക്ക് നേരിട്ടറിയാൻ സാധിച്ചു. കാരണം ആളുകൾ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന ലേബലിന് കൊടുക്കുന്ന വിശ്വാസ്യതയുണ്ട്, സ്നേഹമുണ്ട്, ഓർമ്മകളുണ്ട്. അങ്ങനെ പല പല രീതിയിലാണ് ആളുകൾ അവിടെ പോയി കഴിക്കുന്നത്. നമ്മൾ പ്രതികരിച്ചവർ ആദ്യം പറഞ്ഞത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇന്ത്യൻ കോഫി ഹൗസ് എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ അർച്ചന ആരാധന തിയേറ്റർ, പണ്ടത്തെ അർച്ചന ആരാധന തിയേറ്ററിൻ്റെ തൊട്ടപ്പുറത്താണുള്ളത്. സിനിമ കണ്ടാൽ ഒന്ന് കഴിച്ചിറങ്ങാൻ കഴിയുന്ന രീതിയിൽ കൊല്ലത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടത്ത് തന്നെ, ഹൃദയഭാഗത്ത് തന്നെയാണ് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത്, ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ ഒരമ്മയും ഒരു ചേച്ചിയുമാണിരുന്നു. ചേച്ചിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ അടൂരിൽ നിന്ന് വരികയാണ്. അടൂർ കടമ്പനാട് നിന്ന് വരുമ്പോൾ കൊല്ലത്ത് പല ആവശ്യങ്ങൾക്കായി ആഴ്ചയിൽ പല തവണ വരും. അപ്പോൾ ഞങ്ങൾ കയറുന്നൊരു കട, ഞങ്ങളുടെ യാത്രയുടെ ഭാഗമാണ് ഈ കട എന്നുള്ള രീതിയിൽ പറഞ്ഞു.
ഞാനാണ് ആ ചേച്ചിയോട് പറഞ്ഞത് കട പൂട്ടുകയാണെന്ന്. അയ്യോ ആണോ എന്നാണ് ചേച്ചി ചോദിച്ചത്. കാരണം നമുക്ക് ആ വിഷ്വലിൽ കാണാം, വളരെ ചെറിയ പേപ്പറിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് 23-ാം തീയതി 2 ദിവസങ്ങൾക്കപ്പുറം ആ കട പൂട്ടുകയാണെന്നുള്ള ഉത്തരവ് ആ പേപ്പറിൽ എഴുതിക്കുക. അവരാരും ശ്രദ്ധിച്ചില്ല. ആ വാർത്ത ഞാൻ പറഞ്ഞല്ലോ എന്നുള്ള സങ്കടമായിപ്പോയി എനിക്ക്. കാരണം പൂട്ടുവാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. പിന്നീട് ഒരു അധ്യാപകൻ സംസാരിച്ചു. അധ്യാപകൻ ഭയങ്കര വിശാലമായിട്ടാണ് സംസാരിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ചരിത്രം, ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ചരിത്രം, ആ ചരിത്രവുമായി ബന്ധപ്പെട്ട് ആ ചരിത്രം അറിഞ്ഞതിന് ശേഷം അവരോടുണ്ടായ സ്നേഹം, കുട്ടിക്കാലം മുതൽ പഠിക്കുന്ന സമയം മുതൽ ഇന്ന് കുടുംബവുമായി വരെ എത്താൻ തോന്നിപ്പിക്കുന്നതിന് സ്നേഹം ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇടം മാറിയാലും, ഇപ്പോൾ ഈ കോഫി ഹൗസ് ഇവിടുന്ന് മാറിയാലും എന്ത് ചെയ്യണം, അത് വേറെ സ്ഥലത്തേക്ക് വരണമെന്ന്. പിന്നെ നമ്മുടെ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ജിജു എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹം 2014 മുതൽ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് മുതൽ ഈ സ്ഥലത്ത് വന്നു അന്ന് മുതൽ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഓരോ ടേബിളും അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ ഇടങ്ങളും ഓർമ്മകളുടേതാണ്, സ്മരണകളുടേതാണ്. നമ്മൾ ആ ചുവരിൽ കണ്ടതുപോലെ ഈ ചരിത്രം ചുവരിൽ ഇങ്ങനെ ഫോട്ടോ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ അയാൾക്ക് ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണും. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമുണ്ട്. അദ്ദേഹം ആരും പ്രതികരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. നമ്മളും ശരി വേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കോഫി ഹൗസ് കൊല്ലത്ത് തന്നെ ഒരെണ്ണം വേണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് പുള്ളി ഒന്ന് സംസാരിക്കുകയായിരുന്നു. അത്തരത്തിൽ കുറേ ആളുകൾ, വളരെ ഒരുപക്ഷെ വാണിജ്യ സ്ഥാപനമാണ്, അതിന് സാമ്പത്തികമായ ലാഭം ഉണ്ടാകണം, ജീവനക്കാർ അത്രമാത്രം ഉണ്ടാകണം, അതൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് പൂട്ടുന്നതെന്നാണ് ഉത്തരവിൽ പറയുന്നത്. അതെല്ലാം ഉണ്ടായാലും ഒരു വാണിജ്യ സ്ഥാപനം കൊണ്ടുപോകാൻ കഴിയൂ. അപ്പോൾ അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ പറയുന്ന കുറച്ച് ആളുകൾ അവിടെ വരുന്നുണ്ട്. അവരുടെ ആഗ്രഹം കൂടി കണക്കിലെടുത്ത് കൊല്ലത്ത് കോഫി ഹൗസ് ഉണ്ടാകട്ടെ. അത് ഇവിടെ ഉണ്ടാകുന്നെങ്കിൽ കോഫി ഹൗസ് ഉണ്ടാകട്ടെ രാഹുലെ, എനിക്കും അത് തന്നെയാണ് ആഗ്രഹം.